വേൾഡ് കപ്പൊക്കെ അവസാനിച്ചത് കൊണ്ട് തന്നെ സീസണൽ ഫാൻസൊക്കെ മാളത്തിൽ ഒളിച്ചു. ഇനിയിപ്പം നമ്മുടെ ലോകം. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ റൂമറുകൾ യുണൈറ്റഡിനെ കുറിച്ചും ഒക്കെ സംസാരിക്കേണ്ട സമയമായി. അപ്പം യുണൈറ്റഡിൽ നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന പ്ലെയേഴ്സിൽ, കളിക്കാരിൽ നമ്മൾ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വാല്യൂ കിട്ടേണ്ട ഒരു പ്ലെയർ എന്ന് പറയുന്നത് മാർക്കസ് റാഷ്ഫോർഡ് ആണ്. പക്ഷേ നമ്മൾ ആ ഒരു ലെഫ്റ്റ് വിങ് പ്ലെയേഴ്സിൻ്റെ മാർക്കറ്റ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ നോക്കിയോ. ആൻ്റണി ഗോർഡൻ 90-80 മില്യൺ യൂറോസ്. അത് കഴിഞ്ഞിട്ട് മോർഗൻ റോജേഴ്സ് 117 മില്യൺ പൗണ്ട്സ്. അവസാനം സമ്മർവില്ല്, വെസ്റ്റ് ഹാം, റെലിഗേറ്റഡ് ആയിട്ടുള്ള വെസ്റ്റ് ഹാമിൽ നിന്ന് സമ്മർവില്ല് സൗദിയിലോട്ട് പോകുന്നു 60 മില്യൺ പൗണ്ട്സിന്. എന്നിട്ടും നമുക്ക് മാർക്കസ് റാഷ്ഫോർഡിനെ ഒരു 26 മില്യൺ പൗണ്ട്സിന് പോലും വിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാർക്കസ് റാഷ്ഫോർഡ് ഇവിടെ തന്നെ കാണും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. മാർക്കസ് റാഷ്ഫോർഡിന് ഒരിക്കലും സൗദി പോണക്കത്തെ ലീഗിലോട്ട് പോകാൻ താല്പര്യമില്ല. അപ്പം ആ ഒരു മാർക്കസ് റാഷ്ഫോർഡിന് സൗദിയിൽ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്താണേലും സൗദിയിൽ നിന്ന് ഒരു ബിഡ് വന്നേനെ എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ പുള്ളിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. പിന്നെ വലിയ വലിയ ടീംസ് അല്ലെങ്കിൽ പ്രീമിയർ ലീഗിൽ നിന്നൊന്നും ആ ഒരു ബിഡ് വരുന്നില്ല. മാർക്കസ് റാഷ്ഫോർഡിന് യുണൈറ്റഡിലേക്ക് നോക്കുമ്പോഴത്തേനും കോച്ചായിട്ട് മൈക്കിൾ ക്യാരിക്ക് വരുന്നു. അപ്പം മാർക്കസ് റാഷ്ഫോർഡിന് വേണ്ട ആ ഒരു സപ്പോർട്ട് തരുന്ന തരം മാനേജർ, അത് മാത്രമല്ല ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാനുള്ള അവസരം, ഇതെല്ലാം കാണുമ്പോഴത്തേനും അവൻ എന്ത് വിചാരിക്കും, ഇവിടെ തന്നെ തുടരാം, യുണൈറ്റഡിൽ തന്നെ തുടരാം എന്ന് തന്നെയാണ് മാർക്കസ് റാഷ്ഫോർഡിൻ്റെ ആഗ്രഹം. അത് നമുക്ക് വലിയൊരു നെഞ്ചത്തടിയാണ്. പക്ഷേ 26 മില്യൺ പൗണ്ട്സിന് റാഷ്ഫോർഡിനെ വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആരെ പോയി മേടിക്കും എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. കാരണം നമ്മൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ വലിയ കാശ് പൊട്ടിച്ച് നമ്മൾ പ്ലെയേഴ്സിനെ സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ടീമിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ ലാഭകരമായിട്ട് പ്ലെയേഴ്സിനെ എങ്ങനെ സൈൻ ചെയ്യാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാർക്കസ് റാഷ്ഫോർഡിനെ നമ്മൾ 26-30 മില്യനൊക്കെ വിറ്റ് കഴിഞ്ഞാലും വലിയൊരു പ്ലെയറിനെ കൊണ്ടുവരണമെങ്കിൽ വലിയ കാശ് തന്നെ വലിച്ചെറിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ മാർക്കസ് റാഷ്ഫോർഡ് ഇവിടെ തന്നെ കാണും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പിന്നിപ്പം യുണൈറ്റഡുമായിട്ട് ലിങ്ക് ചെയ്ത് കിൻഡല് കണക്കിന് ആൾക്കാരുടെ പേരുകൾ വരുന്നുണ്ട്. അതിലൊരു 99.9% ആൾക്കാരും നമ്മളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ലിങ്കിന്റെ കാര്യത്തിൽ. അപ്പം നമ്മുടെ മിഡ്ഫീൽഡിന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മിഡ്ഫീൽഡിനെ കുറിച്ച് പലരും പല തരം അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. കാരണം മൈക്കിൾ ക്യാരിക്ക് അടുത്ത സീസണിൽ യുണൈറ്റഡിൽ ഈ ഒരു ട്രാൻസിഷൻ ഫുട്ബോൾ അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാനല്ല പുള്ളിയുടെ ഒരു തീരുമാനം. പുള്ളി കുറേ കൂടി ഒരു കൺട്രോൾഡ് ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു പൊസഷൻ ഡോമിനൻ്റ് ആയിട്ടുള്ള ആ ഒരു ഫുട്ബോൾ പുള്ളി മിഡിൽസ് ബ്രോയിൽ കളിച്ചുകൊണ്ടിരുന്ന തരം കൺട്രോൾഡ് ഫുട്ബോൾ അല്ലെങ്കിൽ പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കാനാണ് മൈക്കിൾ ക്യാരിക്കിൻ്റെ പ്ലാന്. അതുകൊണ്ട് തന്നെ മൈക്കിൾ ക്യാരിക്ക് മിഡ്ഫീൽഡിൽ 2 നമ്പർ 8, ഒരു നമ്പർ 6 ഒരു നമ്പർ 8 പകരം 2 നമ്പർ 8 നമ്മുടെ മിഡ്ഫീൽഡിൽ ഉപയോഗിക്കും എന്ന തരം റിപ്പോർട്ട്സ് പലരും പടച്ച് വിടുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്നുള്ളതിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം ഈ ഒരു 2 നമ്പർ 8 എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രീമിയർ ലീഗിൽ എന്തുമാത്രം വർക്കാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മിഡ്ഫീൽഡിൽ നമ്മൾ സൈൻ ചെയ്ത പ്ലെയേഴ്സ് എല്ലാം നോക്കിയാൽ അവരെല്ലാവരും നമ്പർ 6 നമ്പർ 8 ഒക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്യുവർ നമ്പർ 6 ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഓഫ് ദ ബോൾ അത്രയ്ക്കും ബെറ്റർ ആയിട്ടുള്ള ഫിസിക്കൽ പ്രസൻസോ അല്ലെങ്കിൽ ആ ഒരു ഡിസ്റപ്റ്റർ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു പ്ലെയറെ നമുക്കില്ല. എല്ലാവരും വേണമെങ്കിൽ നമ്പർ 6 ആയിട്ട് നമ്പർ 8 ആയിട്ടും കളിക്കാൻ പറ്റുന്ന തരം പ്ലെയർ, കുറേ കൂടി ടെക്നിക്കലി കുറേ കൂടി സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലെയേഴ്സിനാണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യമാണ് ബലേവ അല്ലെങ്കിൽ മനു കോണെ പോണക്കത്തെ ആ ഒരു മോൾഡിലുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈലിലുള്ള പ്ലെയേഴ്സ്. അപ്പം മനു കോണയുടെ കാര്യത്തിലും ഇപ്പോൾ ഈ ടോക്ക് സ്പോട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു റോമയുടെ വാലുവേഷൻ എന്ന് പറയുന്നത് ഏകദേശം 45 മുതൽ 50 മില്യൺ പൗണ്ട്സ് ആണ്. അതിനെ തന്നെ മീറ്റ് ചെയ്യാൻ യുണൈറ്റഡിന് താല്പര്യമില്ല. കാരണം അത്രയും ആ ഒരു പ്ലെയറിനെ യുണൈറ്റഡ് വാല്യൂ ചെയ്യുന്നില്ല എന്ന തരം റിപ്പോർട്ട് ടോക്ക് സ്പോർട്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതിലും താഴെ നമ്മൾ ആരെ പോയി സൈൻ ചെയ്യും? അതുകൊണ്ട് തന്നെ ബലേബായ 75 മില്യൺ നമ്മൾ സൈൻ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് അങ്ങനത്തെ പ്രൊഫൈലുള്ള പ്ലെയറാണ്. അപ്പം ഇവരുടെ ഈ ഇത്രയും ദിവസത്തെ ഈ ഒരു 2-3 സൈനിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു പേരുമായിട്ടാണ് ഇവർ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രീമിയർ ലീഗിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുള്ള ലീഗിൽ നിന്നൊക്കെ നമ്മളൊന്നും ചിന്തിക്കാത്ത ഒരു പേരുമായിട്ട് പെട്ടെന്ന് ചിലപ്പോൾ വിൽക്കോക്സ് അളിയൻ വന്നേക്കാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വലിയ വലിയ സൈനിങ്ങുകളുടെ പ്രതീക്ഷ ഒന്നുമില്ല യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ നമ്മളൊരു നമ്പർ 6 അല്ലെങ്കിൽ ഒരു ഡിസ്റപ്റ്റർ ഫിസിക്കൽ പ്രസൻസിനെ തന്നെ സൈൻ ചെയ്യണം. ചിലപ്പോൾ സാണ്ടർബർഗ് ഒക്കെ ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. എനിക്കറിയത്തില്ല. ഇവരുടെ ഈ ഒരു ഫൈനാൻഷ്യലി ഉള്ള ഈ ഒരു കടുംപിടുത്തം കാരണം ഇങ്ങനത്തെ സൈനിങ്ങിന് വേണ്ടി പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. മിഡ്ഫീൽഡിൽ ഈ ഒരു 2 നമ്പർ 8സിനെയാണ് മൈക്കൽ കാരിക്ക് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കാം, അങ്ങനത്തെ ന്യൂസ് വന്നത് കൊണ്ടായിരിക്കാം പലരും അലക്സ് സ്കോട്ട് അതേപോലെ തന്നെ സായറ എമറിയുടെ പേരൊക്കെ യുണൈറ്റഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇവരും യുണൈറ്റഡുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒന്നാമത്തെ കാര്യം, അലക്സ് സ്കോട്ടിൻ്റെ കാര്യത്തിൽ ബോൺമുത്തിന് സെല്ല് ചെയ്യാനേ താല്പര്യമില്ല. ശരിയാണ്, 2 വർഷത്തെ കോൺട്രാക്റ്റ് ആണുള്ളത്, പുള്ളി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ തയ്യാറല്ല, ഇതൊക്കെ ശരിയാണ്. പക്ഷെ വിൽക്കാൻ തയ്യാറല്ല. ഈ സീസണിൽ എന്തൊക്കെ അക്രമം കാണിച്ചാലും വിൽക്കത്തില്ല എന്നാണ് ബോൺമുത്ത് പറയുന്നത്. അല്ലെങ്കിൽ 100 മില്യൻ്റെ ബിഡൊക്കെ ഇടണം. മത്തേസ് ഫെർണാണ്ടസിൻ്റെ ബിഡിനെ കവച്ച് വെക്കുന്ന ഒരു ബിഡ് ഇട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ബോൺമുത്തിൻ്റെ മനസ്സ് മാറിയേക്കാം. പക്ഷെ അത് യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഒരു ബിഡിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക പോലും വേണ്ട. പ്രത്യേകിച്ച് ചെൽസി ഈ ഒരു അലക്സ് സ്കോട്ടിൻ്റെ പുറകെ ഉണ്ട്. 64 മില്യൺ പൗണ്ട്സിൻ്റെ ബിഡ് ഇപ്പം തന്നെ ബോൺമുത്ത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ചെൽസി മിക്കവാറും ആ ഒരു അക്രമ ബിഡിന് ചെൽസി മുതിരാനുള്ള സാധ്യതയുണ്ട്. 85 മില്യൺ പൗണ്ട്സ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു ബിഡ് ചിലപ്പം ചെൽസി നടത്തി കൊണ്ടുപോയേക്കാം പ്ലെയറിനെ. നമുക്ക് നമ്മുടെ പ്ലാനിൽ അങ്ങനത്തെ ബിഡുകളോ അല്ലെങ്കിൽ നമുക്ക് അത് പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഫൈനാൻഷ്യലി നമ്മളെ കൊണ്ട് നടക്കത്തില്ല എന്നാണ് പലരും പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ചീപ്പർ സൈനിങ്ങിന് വേണ്ടി പോകുന്നത്. അപ്പം പിന്നുള്ളത് സായറ എമറിയാണ്. സായറ എമറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ PSG ഒരിക്കലും സായറ എമറിയെ വിൽക്കത്തില്ല. അവിടെ പുള്ളിക്ക് ചാൻസസ് കിട്ടുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ 52 മത്സരങ്ങളിൽ 47 മത്സരങ്ങൾ പുള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് PSG വേണ്ടി. കാരണം പുള്ളി റൈറ്റ് ബാക്കായിട്ടും ആ ഒരു മിഡ്ഫീൽഡിലും 2 സ്ഥലത്തും കളിക്കാൻ തയ്യാറാണ്. അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലെയറാണ്, വേഴ്സറ്റൈലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിൽ ഫാബിയാൻ റൂയിസ് ഇഞ്ചുവേർഡ് ആയപ്പോഴും അതേപോലെ തന്നെ റൈറ്റ് ബാക്കായിട്ട് ഹക്കീമി ഇഞ്ചുവേർഡ് ആയ സമയത്തൊക്കെ ഈ മനുഷ്യനാണ് അവരെ റീപ്ലേസ് ചെയ്ത് ആ ഒരു ടീമിൽ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 20 വയസ്സുള്ള ആ മനുഷ്യന് 2029 വരെ പുള്ളിക്ക് ആ ഒരു കോൺട്രാക്റ്റും ഉണ്ട്. ഒരിക്കലും PSG വിട്ട് തരത്തില്ല. അത് ഫബ്രീസിയോ റൊമാനോയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ യാതൊരു ലിങ്ക്സും കാര്യങ്ങളെക്കുറിച്ച് പുള്ളിക്ക് യാതൊരു അറിവുമില്ല, അതെല്ലാം തെറ്റാണ് എന്നുള്ള തരം റിപ്പോർട്ടാണ് ഫബ്രീസിയോ റൊമാനോയും മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ലിങ്കുകൾ വിശ്വസിക്കണം, ഏതൊക്കെ വിശ്വസിക്കേണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാനും ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഇസ്മായിൽ സാറിൻ്റെ ലിങ്ക്സ് ഒക്കെ വരുന്നുണ്ട്. റബ്ബിഷ് എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. ഇവിടെ നമുക്ക് ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ ആളെ ഇടിച്ചിട്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. നമുക്ക് ലെഫ്റ്റ് വിങ്ങറായിട്ട് ഡോർഗു ഉണ്ട്, മത്തേസ് കുണിയ ഉണ്ട്, ഇപ്പം റാഷ്ഫോർഡ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇസ്മായിൽ സാറിനെ കൂടെ സൈൻ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ സൈനിങ്സ്, ഇങ്ങനത്തെ ലിങ്ക്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചിരിച്ച് അതിനെ തള്ളുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് നമ്മൾ എന്താണെങ്കിലും ഒരു സ്ട്രൈക്കറിനെ എന്താണെങ്കിലും കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് സെസ്കോയുടെ കാര്യത്തിൽ. സെസ്കോ ഇഞ്ചുവേർഡ് ആണ്. സെസ്കോ എപ്പം തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. കാരണം സെസ്കോ ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ഫിറ്റർ ആകും എന്നാണ് പറയുന്നത്. പക്ഷേ പ്രീമിയർ ലീഗിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് പുള്ളി ഫിറ്റർ ആകും എന്ന് പറയപ്പെടുന്നു. പക്ഷേ പുള്ളിയെ സ്ട്രൈറ്റ് അവേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ കണ്ടീഷനിലാണോ പുള്ളി തിരിച്ചു വരുന്നത് എന്നുള്ള കാര്യത്തിൽ പലരും ഡൗട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ മത്തേസ് കുണിയെ ആ ഒരു ഫോൾസ് 9 ഉപയോഗിക്കാം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ആ ഒരു സ്ട്രൈക്കറായിട്ടൊരു മനുഷ്യൻ വേണം. സെർക്സിയുടെ ആ ഒരു ആദ്യത്തെ പ്രീ സീസൺ മത്സരത്തിലെ പ്രകടനമൊക്കെ എല്ലാവരും കണ്ടു കാണും. ദയനീയമാണ്. ആ മനുഷ്യന് വേണ്ടി യുവൻറ്റസ് വരുന്നുണ്ട്, യുവൻറ്റസ് ബിഡ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു 30 മില്യൺ ഒക്കെ തന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ യുവൻറ്റസിനോട് എന്നും നമ്മൾ കടപ്പെട്ടിരിക്കും എന്ന് എനിക്ക് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇറ്റാലിയൻ ലീഗിൽ ഈ ഒരു സെർക്സി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ബൊളോണിയയ്ക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ ലീഗിൽ പെർഫോം ചെയ്ത ആ പ്ലെയറിനെ അങ്ങോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് യുവൻറ്റസിനെ സംബന്ധിച്ചൊരു ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമായിരിക്കും. നമ്മളെ സംബന്ധിച്ച് നല്ല ഒരു കാര്യമായിരിക്കും. എത്രയും വേഗം കൊണ്ടുപോവുക. നമ്മൾ ആ ഒരു റീപ്ലേസ്മെൻറ്റ് സ്ട്രൈക്കർ, പ്യോർ സ്ട്രൈക്കറിനെ നമുക്കും സൈൻ ചെയ്യാൻ പറ്റും. പിന്നെ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ലിസാൻഡ്രോ മാർട്ടിനസ് എന്ന് പറയുന്ന മനുഷ്യൻ, നമുക്കാണ് പണി മുഴുവൻ കിട്ടുന്നത്. ലോകകപ്പിന് പോയിട്ട് മാനുവൽ ഉഗാർത്ത ഇഞ്ചേർഡ് ആകുന്നു, ലിസാൻഡ്രോ മാർട്ടിനസ് ഇഞ്ചേർഡ് ആകുന്നു. 2 പ്ലെയേഴ്സ് ഇഞ്ചേർഡ് ആയ ഒരു ക്ലബ്ബ് പോലും മിക്കവാറും കാണത്തില്ല ലോകകപ്പിന് പോയിട്ട്. അപ്പം ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ നമ്മുടെ ഡോക്ടേഴ്സ്, യുണൈറ്റഡിൻ്റെ ഡോക്ടേഴ്സ് പുള്ളി തിരിച്ചു വന്നു കഴിയുമ്പം ചെക്ക് ചെയ്യും. അതനുസരിച്ച് എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നൊക്കെ, അല്ലെങ്കിൽ നമുക്കിനി ഒരു സൈനിങ്ങിനെ കൊണ്ടുവരണോ, ലോണിൽ ആൾക്കാരെ കൊണ്ടുവരേണ്ട വരുമോ എന്നുള്ളതിനെക്കുറിച്ചൊരു തീരുമാനമൊക്കെ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ആ ഒരു ഇഞ്ചുറിയുടെ ഡെപ്ത് ഒക്കെ നോക്കിയിട്ട് തീരുമാനിക്കൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം പിന്നെ കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആണ്.